അറിഞ്ഞില്ല, വീട്ടുകാരറിഞ്ഞില്ല, കൂട്ടുകാരോരും അറിഞ്ഞതേയില്ല. നമ്മുടെ വീട്ടിലെ ഒരു ചെക്കൻ ദൈവത്തെ നേരിൽ കാണാൻ പോവുകയാണ്. യേശുവെ കാണുവാൻ പള്ളിയിൽ ചെന്നിട്ടെന്താ, അവിടെയും യേശുവിനെ കണ്ടില്ല. മുസ്ലിം പള്ളിയിൽ ചെന്നിട്ടെന്താ, അല്ലാഹുവിനെയും കണ്ടതേയില്ല. നമ്മുടെ ചെക്കൻ മോങ്ങലുമായി തിരിച്ചിങ്ങു വരും വഴി ഏതോ ഒരു സ്ത്രീ കുട്ടിയോടങ്ങു ചോദിച്ചു പോയി, എന്താ മോനെ നീ കരയുന്നത്? ദേവനെ കാണാൻ പള്ളി പോയിട്ടൊന്നും കണ്ടില്ലേ. എന്നാലോ മണിയാറരയായുമ്പോൾ അമ്പലനടയിൽ നീയൊന്നു ചെന്നാലോ. 6:30 മണിയായപ്പോൾ അമ്പലനടയിൽ ചെന്നു. എല്ലാരും വാലിനു ചുറ്റും വട്ടം ചുറ്റി. ആരോ പറഞ്ഞതു കേട്ടിട്ട് ദേവിയെ നേരിൽ കാണാം. പൂജാരി കതകടച്ചപ്പോൾ കതകിനോടു ചേർന്നങ്ങു നിന്നു. അതിനകത്തങ്ങു ദേവിയുണ്ട്. അങ്ങനെ പൂജ കഴിഞ്ഞു കതകു തുറന്നപ്പോൾ അണിയിച്ചൊരുക്കിയ ദേവിയെ കണ്ടു. പിണ്ടാത്തതെന്തേ ദേവി, നീ പിണ്ടാത്തതെന്തേ? ചെവി കേൾക്കൂലേ, കണ്ടാലറിയൂലേ, കാരണമെന്തേ? പറയൂ. ദേവിയൊന്നും മിണ്ടിയതില്ല. അവസാനം കരഞ്ഞും കൊണ്ടു ഞാൻ തിരുമേനി, ദേവിയൊന്നും മിണ്ടുന്നില്ല. മോനെ നീ കരയല്ലേ, ദേവിയും ദേവനും സർവവ്യാപിയാണ്. അവരെ നേർക്കണ്ണിൽ കാണാൻ പാടാണേ. നീ വീട്ടിൽ പോ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. പരിശുദ്ധ മനസ്സിൽ തിളച്ചു പൊങ്ങിയ ഭക്തി തൻ പായസച്ചോറുണ്ടു സുഖമായ